അക്ഷയ് ഒരു ദിവസം അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള നേഹയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. രാത്രി അവര് ഒന്നിച്ചിരുന്നതിന് ശേഷം രാവിലെ ആയപ്പോ അക്ഷയെ തന്റെ അടുത്ത് കാണുന്നില്ല. അവള് തപ്പി നോക്കുമ്പോ വക്കീലായ നേഹയുടെ ലാപ്ടോപ്പില് അക്ഷയ് എന്തോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എന്തോ രഹസ്യം കണ്ടെത്തിയിട്ടുണ്ട്. അത് പറയാനായി നേഹയുടെ അച്ഛന്റെ അടുത്തേക്ക് അവൻ പോകുന്ന സമയത്ത് നീ എങ്ങനെ ഇത് അച്ഛന്റെ മുന്നിൽ അവതരിപ്പിക്കുമെന്ന് നേഹ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി അവളുടെ അച്ഛൻ തന്നെയാണ് അക്ഷയെ അവളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. നേഹക്ക് ഇപ്പൊ ഒരു കേസ് കിട്ടിയേക്കാണ്. ഇനായ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി മർഡർ ചെയ്യപ്പെട്ടു. വജ്രാൾ എന്ന് പറയുന്ന ഒരാളാണ് കൊന്നതെന്നാണ് പോലീസുകാർക്ക് സംശയം. ഈ ഒരു കേസിന് എതിരായിട്ട് അവൾക്ക് വാദിക്കുന്നത് അവളുടെ അച്ഛൻ തന്നെയായിരുന്നു. അവളുടെ അച്ഛൻ വലിയ ഒരു വക്കീലായിരുന്നു. അച്ഛൻ എങ്ങനെയൊക്കെ വാദിച്ച് വജ്രാളിന് ബെയില് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ആ ഒരു ദേഷ്യത്തിലായിരുന്നു നേഹ. അവളുടെ അച്ഛനോട് തീരെ അവള് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ വജ്രാളിനെ എന്തോ ഒരു ഫോട്ടോ കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് ഇനായുടെ ആ ഫ്ലാറ്റിലേക്ക് ആരോ വരുത്തിച്ചിട്ടുള്ളത്. അത് ഇനായ തന്നെയാണെന്നും അവള് ഭീഷണിപ്പെടുത്തിയോണ്ടാണ് വജ്രാൾ അവളെ കൊന്നതും എന്നായിരുന്നു പോലീസുകാരുടെ അസംപ്ഷൻ. പക്ഷെ ആ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ ഫോണ് അവർക്ക് കണ്ടു കിട്ടിയിട്ടില്ല. ആ ഫോണ് ട്രാക്ക് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. സിം കാർഡ് ആണെങ്കിൽ ഇനാക്ടിവേറ്റും ആണ്. നേഹ ഇപ്പോ ആ ഒരു ഫ്ലാറ്റിലേക്ക് പോയി അവളുടെ ജൂനിയറിനോട് സ്റ്റെപ്പ് വഴി നടന്നു വരാനായിട്ട് പറയുമ്പോൾ അവൻ വല്ലാതെ കിതയ്ക്കുന്നുണ്ട്. അതായത് ലിഫ്റ്റിൽ കൂടെ ഇനായുടെ ഫ്ലാറ്റിൽ പോയി അവളെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാമറയിൽ പതിയേണ്ടതാണ്. പക്ഷെ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല. സ്റ്റെപ്പ് വഴി പോയാലേ ക്യാമറയിൽ പതിയാതെ വജ്രാളിന് ഇനായെ കൊല്ലാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇതുപോലെ വയസ്സായ ഒരാൾക്ക് 8 ഫ്ലോർ ഇങ്ങനെ കയറി ഇറങ്ങി കിതയ്ക്കാതെ ഇരിക്കാനായിട്ട് പറ്റില്ല. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വജ്രാള് കിതയ്ക്കാതെ നോർമൽ ആയിട്ടാണ് പോയത്. അത് മാത്രല്ല നോർമല് ഒരു ഇൻഫ്ലുവൻസർ ആയ ഇനായക്ക് 4 കോടിയുടെ ഫ്ലാറ്റ് എങ്ങനെ കിട്ടിയെന്നും നേഹക്ക് ഡൗട്ട് വരുന്നുണ്ട്. നേഹയുടെ ഫ്രണ്ട് ആയിട്ടുള്ള സരിക ആ ഒരു അപ്പാർട്ട്മെന്റിൽ ട്യൂഷൻ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അവൾ ഇനായെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. വജ്രാളാണെങ്കിൽ മരിച്ച ഇനായുമായി അവൻക്ക് ഒരു ബന്ധവും ഇല്ലാന്നും അവളെ കണ്ടിട്ട് പോലും ഇല്ലാന്നുമാണ് പറയുന്നത്. ഇപ്പൊ പോലീസുകാരെ നേഹയോട് പറയാണ് ആക്ച്വലി ആ ഒരു ഫ്ലാറ്റ് തന്നെ വജ്രാളിന്റെ ആയിരുന്നു. വജ്രാളാണ് ഇനായക്ക് ആ ഒരു ഫ്ലാറ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാല് ഒരു ട്വിസ്റ്റഡ് ബാർ കേസ് ഉണ്ടായിരുന്നു. ആ ബാറിൽ തീപിടുത്തം നടന്ന സമയത്ത് സാക്ഷി പറയാനായിട്ട് ഇനായാണ് വന്നത്. ആ ബാറിന്റെ ഓണനും വജ്രാൾ തന്നെ ആയിരുന്നു. അപ്പൊ ആ ഒരു ട്വിസ്റ്റഡ് ബാർ കേസുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഈ ഒരു കേസ് എന്നും നേഹക്ക് മനസ്സിലാവുന്നുണ്ട്. അന്ന് ആ ഒരു ട്വിസ്റ്റഡ് ബാർ കേസിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരനാണ് പ്രതി എന്നാണ് കോടതി പറഞ്ഞിരുന്നത്. അവനക്ക് തൂക്കുകയറും കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു തീപിടുത്തത്തില് 4-5 പേരോളം മരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ദിവസം തന്റെ അച്ഛന്റെ ജൂനിയർ ആയിട്ടുള്ള അക്ഷയ് അവിടേക്ക് വരുന്നുണ്ട്. അവളുടെ ജീവിതത്തിൽ അവൾ വിശ്വസിക്കുന്ന 2 വ്യക്തികള് അവളുടെ അമ്മയും ഈ അക്ഷയോ ആയിരുന്നു. അന്ന് രാത്രി അവർ സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അക്ഷയ് അവളുടെ ലാപ്ടോപ്പില് എന്തോ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. നേഹയെ കണ്ടതും അക്ഷയ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. നീ ഈ വിവരം എങ്ങനെ എന്റെ അച്ഛനോട് പറയും? നമ്മ 2 പേരും തമ്മിലുള്ള ബന്ധം അച്ഛനപ്പ അറിയില്ലേന്ന് നേഹ അക്ഷയിനോട് ചോദിക്കുമ്പോൾ നിന്റെ അച്ഛൻ തന്നെയാണ് എന്നെ ഈ കാര്യം ചെയ്യാൻ വേണ്ടി ഇവിടെ അയച്ചതെന്ന് അവളോട് പറയുന്നുണ്ട്. അവള് ജീവിതത്തില് വിശ്വസിച്ച ഒരാള് അവളോട് വിശ്വാസവഞ്ചന ചെയ്തിരിക്കുകയാണ്. അതിന്റെ മൂഡ് ഔട്ടിലായിരുന്നു അവള്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയാനായിട്ട് ഈ മൂവിയുടെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.